നോക്ക്, ഈ അടുത്ത് നടന്ന സംവാദത്തിൽ പച്ചക്കള്ളം ഹദീസിന്റെ പേരിൽ ആരോപിച്ച്, അതും നമ്മളെ പണ്ഡിതന്മാരെ ഗ്രന്ഥത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. അവരുടെ നേതാക്കളുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് പച്ച നുണ പറയുന്നത്. ഇങ്ങനൊക്കെ പറയുമ്പോ മുസ്ലിം ലോകം എന്താ മനസ്സിലാക്കുക എന്ന് പോലും ഇവർ ചിന്തിക്കണ്ടേ? അതിന് മാത്രമുള്ള വിവരം ഈ സാധുക്കൾക്കില്ല. അതുകൊണ്ടാണ് പേച്ചുപോയത്. ഹദീസ് ഞങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ രക്ഷപ്പെടാൻ കഴിയാതെ സാധു ഇടങ്ങേറായി അവസാനം ആ ഹദീസിൽ 2 ഇല്ലത്തുണ്ട് എന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുക. എന്താണ് അയാൾ നുണ പറയുമ്പോ ഊറ്റം കൊള്ളുന്നത് എന്നറിയോ? നുണ പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന രംഗം കണ്ടോ നിങ്ങൾ? കേട്ടെന്ന് പെടക്കാണ് അയാള്. ന്യൂസിയാക്കന്മാരെ, നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലത്താനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലത്താനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്? കണ്ടോ? അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്ന്. എന്തിന്? കളവ് പിടികൂടാതിരിക്കാനേ. കാരണം അവസാനത്തെ സെസലിൽ ഇനിയിപ്പോ കളവ് പിടികൂടാനുള്ള ചാൻസ് ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾ വിട്ടില്ല. ഗ്രന്ഥമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിനൊറ്റൊന്നും നോക്കണില്ലേക്ക്, അതിന് നോക്കാൻ തിരിയണ്ടേന്. എന്നിട്ടിപ്പോ നാട് നീളം നടന്ന് പ്രസംഗിക്കാണ്. അനസ് മൗലവി ഒരുപാട് സ്ഥലത്ത് അരീക്കോട് വന്നപ്പോ അവിടൊക്കെ പ്രസംഗിച്ച എന്താണെന്നറിയോ? ചെറിയ കുട്ടികളോട് വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ സംവാദം നടത്തി തോറ്റുപോയി. ആരാ ചെറിയ കുട്ടിയാ? 3 ഒന്നിട്ട് കൊടുത്ത മോനെ. ചെറിയ കുട്ടികളോട് സംവാദം നടത്തിയിട്ട് വലിയ പണ്ഡിതന്മാരായ അശ്വനിമാര് സഖാബികൾ മുട്ടുമടക്കി പോയി. പാവന്റെ കുട്ടിയെ പാലുടിച്ച പിച്ചിന്റെ മോനെ നല്ല മൽപ്പാൽ പിടിക്കുന്ന പ്രായാണല്ലേ. നല്ല ഒരു ചെറിയ കുട്ടി. പൊള്ളെ തോന്നിയത് പറയാ. കുടുങ്ങിയിട്ട് മാനം കെട്ടിട്ട് ഉളുപ്പില്ലാതെ പറയാ. അവിടെ ഉളുപ്പില്ല. എന്ത് പറയുന്നിടത്തും കളവ് പറയുന്നതിൽ ഉളുപ്പില്ല. തോറ്റ് തുന്നമ്പാടി എന്നിട്ടും കളവ് പറയാ. കുപ്രചരണങ്ങൾ അഴിച്ചുവിടുക. ഒരു ഉളുപ്പില്ലാത്ത ഒരു സമൂഹം എന്തിന് നിങ്ങൾ ജീവിക്കണം എന്ന് ഈ സമയത്ത് പറയാനുള്ളൂ. കാര്യം പറയാൻ ഇല്ലേ നിങ്ങളെ കയ്യിൽ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. പിരിച്ചുവിടൂ പ്രസ്ഥാനം. ഈമാനുള്ള മുസ്ലിമീങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നവരുണ്ട്, ആഖിറം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവര് നന്നായി ജീവിക്കട്ടെ. അതിനെങ്കിലും നിങ്ങൾ അനുവദിക്കൂ, മാറിക്കൊടുക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ജീവിതം കഴിയാനുള്ള മാർഗമാണോ? വരൂ, നിങ്ങൾക്ക് ഞങ്ങൾ ജീവിത മാർഗത്തിനുള്ള വഴി നന്നായി പഠിപ്പിച്ചു തരാം. എന്താണ് ആ വഴി എന്നറിയോ? ഇൻഷാ അല്ലാഹ് ആവശ്യം വരുമ്പോ ഞാൻ നന്നായി പഠിപ്പിച്ചു തരണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ജോലിയും തരണ്ട്. അതല്ലാതെ ഈ സമൂഹത്തെ ഇനിയും നശിപ്പിക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ നിർത്തിവെക്കണം എന്നാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് പോലും ഇന്ന് വരെ പരിചയമില്ലാത്ത ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം കണ്ടപ്പോഴാണ് സാധുക്കൾ നെട്ടിപ്പോയത്. ഞങ്ങൾ പല ഗ്രന്ഥങ്ങളും വായിച്ചു. കൂട്ടത്തിൽ വായിച്ച ഇവരുടെ നേതാവായ അൽബാനിയുടെ, മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി എന്ന് പറയുന്ന ആളുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, പേരെന്നതാ സ്വഹീഹായ ഗ്രന്ഥങ്ങൾ, സ്വഹീഹായ ഹദീസുകൾ. ആ ഹദീസുകളെ അതിന്റെ ഒരു സമാഹാരമായിട്ടാണ് ഈ ഒരു ഗ്രന്ഥം തന്നെ അയാൾ രചിച്ചത്. പിന്നെ എങ്ങനെ അതിൽ അയാൾ ഇല്ലത്തുള്ളത് പറയല്? അയാൾ എങ്ങനെ അതിൽ ഇല്ലത്തുള്ളത് പറയല്? പക്ഷെ മറ്റൊരു സംഭവം അടിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ഹദീസ് അയാൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല. എന്നിട്ട് പറയാണ്, ഈ വിഷയം ഞാൻ എന്റെ ലഈഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോകുകയാണ്. അതേ സമയത്തോ ഞങ്ങൾ വായിച്ച ഹദീസ് ഏതായിരുന്നു? അത് 2733 നമ്പർ ഹദീസ്. ആ ഹദീസിൽ വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കുന്നുണ്ട്. അവസാനം അങ്ങനെ തുടങ്ങിയിട്ട് അവസാനം ثم لئن قام على قبري فقال يا محمد لأجيبنه. ഈ ഹദീസ് അങ്ങ് വായിച്ചപ്പോഴാണ് നമ്മൾ മൗലവി പറഞ്ഞത് അതിന്റെ ബാക്കിയുള്ളത് വായിക്കണം. ബാക്കിയില്ല, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് അയാൾ പറയാണ്, ആര്? അൽബാനി പറയാണ്, അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഖുൽതു
വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ, ഇതിന്റെ പരമ്പര നല്ല പരമ്പരയാണ്, ഒരു കംപ്ലൈന്റുമില്ല. നാസിറുദ്ദീൻ അൽബാനിയൊക്കെ ഇങ്ങനെ ഒരു പരമ്പരയെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അയാൾ പരിശോധിച്ചിട്ടാണ്. പരമാവധി അയാള് ഇത് ന്യൂനത എന്തെങ്കിലും എവിടെങ്കിലും എങ്ങനെങ്കിലും ആരോപിക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാ വിധത്തിലും പരിശോധിച്ച് നിർത്തിവെച്ചതായിരിക്കും. എന്നിട്ടാണ് ഇത്രയും അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ, ഇത് നല്ല പരമ്പരയാണ്. റിജാലുഹു കുല്ലുഹും സിഖാത്ത്, ഇതിന്റെ റിപ്പോർട്ടർമാര് മൊത്തവും യോഗ്യരാണ്, ഒരയോഗ്യരും ഇതിൽ ഇല്ല തന്നെ. തീർന്നില്ല. റിജാലുസ് ശൈഖൈൻ, ബുഖാരി മുസ്ലിം സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടർമാരാണ്. ഇതിലുള്ള റിപ്പോർട്ടർമാര് നാട് അൽബാനി വരെ രേഖപ്പെടുത്തുന്നത്. എന്തി അതൊന്നും പറയാതിരുന്നത്? അപ്പൊ അതിനൊന്നും കാണണ്ടേ? പക്ഷെ പേച്ചു പോയത് എവിടെന്നറിയോ? പിന്നിൽ ഫൈസൽ മൗലവിന്റെ ലാപ്ടോപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൂർക്കാൻ ആമട്ടിയായി. അങ്ങനെ അയാള് ഈ വാക്ക് എന്താ പഠിച്ചു നോക്കേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം തുടക്കം മുതൽക്ക് ഞങ്ങൾ അതിന്റെ അറബി പറഞ്ഞില്ല. എന്തേ പറയാതിരുന്നത്? നിങ്ങളെ വിവരം എത്ര ഉണ്ടെന്ന് ജനങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ. ഞങ്ങൾ അതിന്റെ അറബി പറയാതെ ഞങ്ങൾ അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞപ്പോ ഇവിടെ വന്നപ്പോ സക്കരിയ സ്വലാഹി ചോദിക്കുക, റസൂൽ മലയാളത്തിലാ പറഞ്ഞത്. കാരണം അതിന്റെ അറബി ആയിട്ട് നിങ്ങൾക്കും അറിയില്ല. ലാപ്ടോപ്പിലൊന്ന് അടിച്ചു നോക്കാൻ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടണ്ടേ? പല വാക്കും അവരെ ബുദ്ധിക്കനുസൃതമായതൊക്കെ അടിച്ചു നോക്കി, ഒന്നും കിട്ടണില്ല. അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ചോദ്യം ചോദിക്കുന്ന ആ ഘട്ടത്തിൽ ഞങ്ങൾ ആ ഹദീസ് അങ്ങ് വായിച്ച ഉടനെ തന്നെ മൂപ്പര് അടിച്ച് കിട്ടിയെന്ന് മാത്രമല്ല, നേരെ അങ്ങ് താഴത്തേക്ക് നോക്കിയതാ. പെട്ടെന്ന് അങ്ങ് പോയിട്ട് ആ മൗസ് അവിടെ നിന്നിട്ട് ആ ചിഹ്നം ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഫീയില്ല തരിമല. അപ്പൊ മൂപ്പര് മനസ്സിലാക്കിയ നമ്മളെ ഹദീസിന് രണ്ട് ന്യൂനത ഉണ്ടല്ലേ, രണ്ട് ന്യൂനത ഉണ്ടല്ലേ എന്ന് അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത്. അത് അവസാന സെഷനിലേക്ക് എടുത്തു വെച്ചതാ. അതാണ് തുടക്കത്തിൽ പറയാതിരുന്നത്. കാരണം തുടക്കത്തിൽ പറഞ്ഞാൽ അത് എല്ലാ വിധത്തിലും ഒടുക്കമായിരിക്കും എന്ന് മനസ്സിലാക്കിയ മൗലവി അവസാന ഘട്ടത്തിലേക്ക് നീട്ടിവെച്ചു. പക്ഷേ അതിന്റെ ആ നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കണമെന്ന അതിയായ താല്പര്യം കൊണ്ട് ബഹുമാനപ്പെട്ട നൗഷാദ് ഹസനി സമയം തീർന്നവരെ അറിഞ്ഞിട്ടില്ല, സെഷൻ അവസാനിച്ചതും അറിഞ്ഞിട്ടില്ല. അയാൾ നേരെ തന്നെ നീച്ച് ഉടനെ തന്നെ അയാൾ പറഞ്ഞു, രണ്ടാമത്തെ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. ഉടനെ തന്നെ മധ്യസ്ഥന്മാർ എണീറ്റിട്ട് പറഞ്ഞു, സമയം തീർന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ഹനീഫ മൗലവി അപ്പുറത്ത് നിന്നിട്ട് ചാടുകയാണ്. അയാളെന്താ? അയാളെ മൈക്ക് ഓഫാക്കിയിട്ട് അയാൾ അവിടെ നിന്നിട്ട് പറയാണ്, അത് അവസരം കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു. അപ്പൊ മൂപ്പർ എങ്ങനെ നീച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവസരം തീർന്നിട്ടുണ്ട് എന്ന പൂർണ്ണ ഉറപ്പ് കിട്ടിയിട്ടാണ് അയാൾ എണീറ്റത്. കളവ് പറയാൻ വേണ്ടിയിട്ട് അവര് കാട്ടുന്ന രംഗങ്ങൾ നോക്കും മുസ്ലിമീങ്ങളെ.